സ്കാം ഗൈസ്, സ്കാം. നമ്മുടെ മലയാളത്തിലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഫോർച്യൂണർ സ്കാമിന് ശേഷം മലയാള സിനിമയിലെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സ്കാമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. കാരണം വേറൊന്നുമില്ല, ധ്യാൻ ശ്രീനിവാസൻ്റെ ഇനി എത്ര നല്ല സിനിമ ഇറങ്ങിയാലും അതിന് ആൾ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്ത് അതിലും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. റിലീസിൻ്റെ സെക്കൻഡ് ഡേ വന്നിട്ട് ഇവരൊരു പോസ്റ്റർ, റിലീസിന് അത് തന്നെ റിലീസിൻ്റെ തലേ ദിവസം വന്നിട്ടൊരു ഒഫീഷ്യലി ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ്, ഇതൊരു യൂണിവേഴ്സിലോട്ട് പോവാണ്, ടെയിലൻ്റ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ആ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു ഹൈപ്പ് കയറും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് നമ്മൾ പോവും. അത് പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ടെയിലൻ്റ് എന്താണ് നിങ്ങൾ കാണണം. അപ്പോൾ ഇത് എന്താണ്, സ്പോയിലർ ഉണ്ട്, നിങ്ങൾ കാണാത്തൊരു ഈ ഒരു റിവ്യൂ കാണരുത്. ടെയിലൻ്റ് ഓക്കെ, ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ആ സിനിമയായിട്ട് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു ബന്ധമില്ലാത്ത എന്തോ ഒരു സാധനം എടുത്തിട്ട് ഒരു സിനിമയുടെ പേര് എഴുതി കാണിച്ചു. ഇതാണ് ടെയിലൻ്റ്. ഇതെങ്ങനെയാണ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആവുന്നത്? പറയൂ. സ്കാം അല്ലേ? സ്കാം ഉദ്ദേശം എന്ന് വെച്ചാൽ ആ സിനിമ ആ ഒരു ഗ്ലിംസ് കാണിച്ചാലും ഇല്ലെങ്കിലും ഈ സിനിമ അധികം ബാധിക്കത്തില്ല. എന്തായാലും ഞാൻ അത് പ്രതീക്ഷിച്ചു. അപ്പൊ അതൊരു സ്കാമിങ് ആയിട്ട് തന്നെയാണ് യൂണിവേഴ്സിലേക്ക് ടൈമിൽ വിചാരിക്കുമ്പോൾ എല്ലാവരും മനസ്സിലൊരു വിചാരം വെച്ചാൽ ബാക്കിയുള്ള എന്താ ആക്ടേഴ്സ് വരും, അല്ലെങ്കിൽ വേറൊരു സിനിമയുടെ ഒരു ഗ്ലിംസ് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ നേരിൽ കാണുന്ന പോലെ തന്നെ ഒരു നിർവികാര സിനിമയായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയില്ല, എന്താണെന്നറിയില്ല. അല്ല, ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാനാണ് കുറച്ച് അങ്ങും കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്ന അവരുടെ കുറച്ച് കോമഡി എലമെന്റ്സ് എനിക്ക് വർക്കായി. പിന്നെ മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിന് കളർ ഗ്രേഡിംഗ് ആണ്. കളർ വെച്ചാൽ കല്യാണ വീഡിയോസിനെ കളർ ഗ്രേഡ് ചെയ്തില്ല, അതേപോലെ വെച്ചാൽ കണ്ണ് ഇതാവുന്നില്ല, കണ്ണ് മഞ്ഞളിക്കുന്നൊക്കെ പറയത്തില്ല, അതേപോലെ കളർ ഗ്രേഡിംഗ് ആയിരുന്നു. ഈ സിനിമാറ്റിക് യൂണിവേഴ്സിനോട്ടുള്ള എല്ലാ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിരാമായണം, മിന്നൽ മുരളിയൊക്കെ കണ്ട പോലത്തെ ആ ഒരു യൂണിവേഴ്സും ആ ഒരു സ്റ്റോറി പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, സ്റ്റോറിയും ഇതുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും തോന്നില്ല. തുടക്കത്തിലെ ആ സിനിമയുടെ ബിൽഡപ്പും കാര്യങ്ങളും, ആ സിനിമയുടെ എന്താണ് ജോണർ അനുസരിച്ചുള്ള ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂഡ്, അതൊക്കെ നല്ല രീതിയിൽ വർക്കായി ഇങ്ങനെ പോവുകയാണ്. പിന്നെ സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് വരികയാണ്. എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലോട്ട് സിനിമയുടെ ഇത് മാറുകയാണ്. അവിടെ തൊട്ട് സിനിമ ഫുള്ള് കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യായിരുന്നു. പക്ഷേ ഇതൊരു ടെംപ്ലേറ്റ് സാധനം തന്നെ എന്ന് വെച്ചാൽ ഒരു സീരിയൽ കില്ലർ വരുന്നു, ധ്യാൻ ശ്രീനിവാസൻ കണ്ടുപിടിക്കുന്നു, അതേ തന്നെ ഉള്ളൂ. ഇത് നിങ്ങളൊരു 100 ക്രൈം ത്രില്ലർ മൂവി എടുത്താൽ അതിൽ 99% മൂവിയിലെയും സൈക്കോകളുടെ സ്ഥിരം മോട്ടീവും സ്ഥിരം ഫ്ലാഷ് ബാക്കും സ്ഥിരം ഒരു എന്താണ് സൈക്കോയുടെ ഒരു വിഷമ കഥ, അങ്ങനത്തെ ഒരു കണ്ട് പഴകിയ ഒരു സംഭവം. പിന്നെ അതിൻ്റെ കൂടെ ട്വിസ്റ്റ് ആക്കാനായിട്ട് എന്താണ് ഇതുവരെ ആരും കാണാത്തൊരു, നമ്മളെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഡബിൾ റോളിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട്, ഇതൊക്കെ എത്ര കാലം കഴിഞ്ഞ സാധനമാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്താ ഇതിപ്പോൾ എന്താ, ഇപ്പോൾ ഒരു ചാക്കിട്ട ഒരാളുടെ മുഖം അയാളെ കാണാനായിട്ട് ഇങ്ങനെ, അതിപ്പോൾ ആരായാലും എന്തായാലും ആരെ മുഖം കണ്ടാലും മതി, ഇത് ആരാണെന്ന് നമുക്ക് അറിയണമെന്ന് പോലും തോന്നാത്ത രീതിയിൽ ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് പടം തന്നിട്ടുള്ളത്. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറയാനുണ്ട്, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ ന്യൂ ഫേസസ് ആണ്. അവരെ കുറെ മൊമെന്റ്സ്, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അവരുടെ കുറച്ച് സംഭവമൊക്കെ വർക്കായി. പക്ഷെ അവരുടെയൊക്കെ ക്യാരക്ടറിനെ എന്താണ് ഒരു കൊടുത്തൊരു ഹൈപ്പും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസോ അവരില്ലെങ്കിലും ഉണ്ടെങ്കിലും സിനിമയ്ക്ക് വലിയതായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അവരുടെ കോമഡിയാണ് വർക്കായത്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഈ സിനിമയിൽ പ്രത്യേകിച്ച് പുള്ളിയെ നമ്മൾ കുറെ ഇങ്ങനെ കാണുമല്ലോ എല്ലാ ആഴ്ചയും. ധ്യാൻ അല്ലെങ്കിൽ വേറെ ആളായാലും മാറ്റമൊന്നുമില്ല, ധ്യാൻ എക്സ്ട്രാ ആയിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാനൊന്നുമില്ല. അല്ല, ധ്യാൻ ഇപ്പം പുറത്ത് ഓഫ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് സാധാ പോലെ തന്നെ കാണുന്നില്ല. ഹെഡ്സെറ്റും ഉണ്ട്, ആ ഹെഡ്സെറ്റിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പൊ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ്സോ ധ്യാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻപുട്ടോ ഒന്നും ഈ ഒരു സിനിമയ്ക്ക് വലുതായിട്ടൊന്നും കണ്ടില്ല. ആരഭിനയിച്ചാലും അഭിനയിക്കാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതൊരു വലിയ, ബാക്കിയുള്ള ധ്യാന്റെ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല സിനിമയാണ്. അതാണ് കംബാക്ക് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും മെയിൻ പറയാനുള്ളത്, ഇവർ ഈ തലേ ദിവസം വന്ന് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രതീക്ഷ നമുക്ക് എന്തായാലും ഈ സിനിമയെ കുറച്ചുകൂടി കണ്ടിറങ്ങുന്നവരെ നല്ല രീതിയിൽ ഡിസപ്പോയിന്റഡ് ആക്കും. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക എന്തെങ്കിലും വരും എന്നുള്ളത്. അപ്പോൾ ഇത് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു യൂഷ്വൽ പടം പോലെ അങ്ങ് അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് നരിവേട്ടയുടെ വിവാദ റിവ്യൂലേക്ക് കടക്കാം. പൊളിറ്റിക്കലി ഈ സിനിമയോട് യോജിപ്പില്ലാത്ത ഒരു ആൾ വന്നിട്ടുണ്ട്. പറ എന്താ നിനക്ക് പ്രശ്നം? പറ. പൊളിറ്റിക്കലി യോജിപ്പില്ലെന്നല്ല, അതിപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് നമുക്ക് പലർക്കും പല രാഷ്ട്രീയം കാണുമല്ലോ, പല പൊളിറ്റിക്കലി നമ്മൾ പല ഐഡിയോളജീസും കാണും. അപ്പം നമുക്ക് ചിലതിനോട്ട് എന്താ പറയുന്നത്, നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത
പല പൊളിറ്റിക്സ് മാറ്റി സിനിമയെ കുറിച്ച് പറ. പൊളിറ്റിക്സ് ഞാൻ അത് റിവ്യൂവിൽ ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല അവിടെ. ഞാൻ പടം അന്നേരം പറഞ്ഞത് നല്ലൊരു പടമാണ്, എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്, മേക്കിംഗ് സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളി സാധനം, അതായത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഇച്ചിരി ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് പോയ ഇച്ചിരി ഒരു ലാഗ് ഉണ്ട്. ലാഗല്ല അല്ല, അത് ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന എല്ലാത്തിനും ഇമ്പോർട്ടൻസ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ അറിയാൻ പറ്റും. എന്ന് വെച്ചാലേ ടോവിനെ കാണിക്കുന്നത് ഒന്നിനും വയ്യാത്ത ഭയങ്കര പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരാളായിട്ടും കാണിക്കുന്നത്. പക്ഷെ അയാൾക്കെന്ന് വെച്ചാൽ അങ്ങനത്തുള്ള ആൾക്കാരുടെ ഇമോഷൻസ് അവരുടെ അവസ്ഥ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. അതൊരു ഫാക്ടറാണ് സത്യം പറഞ്ഞത്. അത് സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ പടം സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ പടം ഒരു ഒറ്റ പോക്കാ, അടിപൊളിയായിട്ട് വിചാരിച്ച സിനിമ അത്രയ്ക്ക് ഒരു ഇതില്ല, ഒരു ഡ്രൈ ആയിട്ട് പോയായിരിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ സിനിമാറ്റിക് ആണെങ്കിലും ഷൂട്ട് ചെയ്തിരിക്കുന്ന എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും. പിന്നെ പൊളിറ്റിക്സിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമുക്കൊരു ഡിബേറ്റ് തന്നെ ആവശ്യം വരും. എന്ന് വെച്ചാൽ അതിപ്പോ അത് നമ്മളെ കേരള രാഷ്ട്രീയത്തിലും എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മുത്തങ്ങ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് അന്നത്തെ ഭരണകൂടം കുറെ റിവ്യൂലൊന്നും ആരും പറയാതിരുന്ന കുറെ സാധനമുണ്ട്, ബ്രൂട്ടൽ വയലൻസ് ഒക്കെ പറ്റി. 2003 കാലഘട്ടമാണോ, 2002 2003. അപ്പൊ ആ കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയം എന്തായിരുന്നെന്നും എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന. അപ്പം നമുക്ക് ഒരു കാര്യം 100% ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. ഏതൊരു ഇൻസിഡന്റ് നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഇൻസിഡന്റ് ഉണ്ടായാലും, പ്രത്യേകിച്ച് അത് നെഗറ്റീവ് ഓറയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഈ പഴയ സമയമായാലും പഴയ കാലഘട്ടമായാലും ഇപ്പോഴാണെങ്കിലും അത് അപ്പം ഭരിക്കുന്ന ഭരണകൂടവും അതോടനുബന്ധിച്ചിട്ടുള്ള സിസ്റ്റത്തിനെയാണ് പഴി വരുന്നത്. അത് അതിനകത്തുള്ളൊരു കാര്യം. ഇപ്പം ഈ സിനിമ എടുത്താലും ഇൻഡയറക്റ്റ് ആയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ടെന്നെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അന്നത്തെ ഭരണകൂടം അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പടം മെയിനായിട്ട് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു സംഭവത്തിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലൊരു പൊളിറ്റിക്കൽ സംഭവം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പേഴ്സണലി നിനക്കൊരു വിയോജിപ്പുണ്ട്? പേഴ്സണലി വിയോജിപ്പല്ല, അതിപ്പോൾ രാഷ്ട്രീയമാണ് പലതും സംഭവിക്കാനകത്ത്. പക്ഷെ അതിനകത്ത് നമ്മൾ അധികം പറയാനും ആളല്ല, മനസ്സിലായില്ലേ? സിനിമ അത് എല്ലാവർക്കും അന്ന് നടന്ന അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് അവര്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം കുറെ ഉണ്ട് അതിന് അന്ന് എല്ലാം കണ്ട് നമ്മൾ പറയുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ടല്ലോ. ഞാൻ സിനിമ കണ്ട വിചാരിക്കും ഇതൊക്കെ ഫിക്ഷനിലായിരിക്കും, പക്ഷെ ഇത് ഒറിജിനൽ ആയിരുന്നു. ചില സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവും. എനിക്ക് എന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, മറ്റേ പട്ടി തീ കത്തിയിട്ട് അത് ഓടി വരുന്നൊരു സീൻ. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി, പ്രത്യേകിച്ച് നല്ല രീതിയിൽ അത് വർക്കാവും. അങ്ങനെ ഇമോഷണലി ഭയങ്കര ഹുക്ക്. ഞാൻ അന്നേരം പറഞ്ഞു, പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹുക്ക് വീഴും. ടോവിനോക്ക് ഏറ്റവും കൂടുതൽ ഈ അഭിനയത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഈ ഒരു നിഷ്കളങ്കനായിട്ട് അഭിനയിക്കാൻ പറയുമ്പോഴത്തേക്കും പുള്ളി വേറൊരു വയ്യാത്ത പോലെയൊക്കെ. അതെന്ന് വെച്ചാല് അവരുടെ മനസ്സിൽ കുപ്രസിദ്ധമായ ഒരു സിനിമ ഉണ്ടല്ലോ, ആ ഒരു ഇത് കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ സിനിമയിൽ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് തൊട്ട് ടോവിനോയുടെ ക്യാരക്ടർ അങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒരു ലേസി ആയിട്ടുള്ള, അത്രയ്ക്ക് ലേസി ആയിട്ടുള്ള, എല്ലാത്തിനെ കുറിച്ച് പേടിയൊക്കെ ഉള്ള, ഈ ജോലിക്ക് ഒട്ടും പോകാൻ താല്പര്യമില്ലാത്ത. അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ലേസി അല്ല എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കത്തില്ലടാ, എനിക്ക് ഇന്ന ജോലിയല്ല വേറെ ജോലിക്കായിട്ട് ഞാൻ കാത്തിരിക്കും, പക്ഷെ വീട്ടിലെ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു എല്ലാ പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നിറങ്ങിയ 2 സിനിമകൾ, നരിവേട്ട ആൻഡ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം. അതുപോലെ തന്നെ നമ്മൾ ആസാദിയുടെ റിവ്യൂ ചാനലിൽ ഇപ്പോൾ പ്രീമിയറിൽ റെസ്പോൺസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇതിൽ ആരുടെയൊക്കെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നു, പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് ടൈമൊക്കെ ഇട്ട് കമൻറ്റ് ചെയ്യുക.